അയൽ രാജ്യമായ ശ്രീലങ്കയിൽ ഇപ്പോൾ നടക്കുന്നത് കേവലം ഒരു അടിസ്ഥാന സൗകര്യ വികസനമല്ല, മറിച്ച് വമ്പൻ എനർജി വാറാണ്. ഒരു വശത്ത് ചൈനയുടെ കോടികളുടെ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ, മറുവശത്ത് ഇന്ത്യയുടെ വിതരണ ശൃംഖല. ശ്രീലങ്കയുടെ ഊർജ്ജ മേഖല ആര് കൈപ്പിടിയിലാക്കും? എന്താണ് ട്രിങ്കോമാലി എനർജി ഹബ്ബും ഇന്ത്യ ശ്രീലങ്ക എണ്ണ പൈപ്പ് ലൈനും തമ്മിലുള്ള ബന്ധം? ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഈ പുതിയ ഊർജ്ജ യുദ്ധം നമുക്ക് പരിശോധിക്കാം. ചൈനയുടെ നീക്കങ്ങൾ വളരെ വ്യക്തമാണ്. ആദ്യം ലക് വിജയ കൽക്കരി നിലയം പോലുള്ള വമ്പൻ നിർമ്മാണങ്ങളിലൂടെ ശ്രീലങ്കയുടെ വൈദ്യുതി വിതരണത്തിന്റെ നട്ടെല്ലായി അവർ മാറി. രണ്ടാം ഘട്ടം അതിലും ഗൗരവകരമാണ്. സിനോപെക് വഴി ശ്രീലങ്കയിലെ എണ്ണ വിപണിയിൽ ചൈന പതുക്കെ പിടിമുറക്കുന്നു. ഹംബർ തോട്ടയിൽ ഒരു ഓയിൽ റിഫൈനറി കൂടി വന്നാൽ ശ്രീലങ്കയുടെ മുഴുവൻ ഊർജ്ജ പ്രവാഹവും ചൈനയുടെ വിരൽത്തുമ്പിലാകും. ചൈന കെട്ടിടങ്ങൾ പണിയുമ്പോൾ ഇന്ത്യ ശ്രദ്ധിക്കുന്നത് സപ്ലൈ ചെയിൻ ആണ്. ശ്രീലങ്ക സാമ്പത്തിക പ്രതിസന്ധിയിൽ മുങ്ങിയപ്പോൾ ഇന്ധനം നൽകി ഇന്ത്യ അവരെ സഹായിച്ചു. ഇപ്പോൾ ഇന്ത്യയുടെ ലക്ഷ്യം ട്രിങ്കോമാലിയിലെ എണ്ണ സംഭരണ കേന്ദ്രവും ഇന്ത്യയിൽ നിന്ന് നേരിട്ട് ശ്രീലങ്കയിലേക്ക് എണ്ണ എത്തിക്കുന്ന പൈപ്പ് ലൈൻ പദ്ധതിയുമാണ്. ഈ പോരാട്ടത്തിൽ ഇപ്പോൾ ഒരു എക്സ് ഫാക്ടർ കൂടി വന്നിരിക്കുകയാണ്. അതാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ട്രിങ്കോമാലിയിലെ ഊർജ്ജ ഹബിൽ UAEയുടെ പണവും സാങ്കേതിക വിദ്യയും എത്തുന്നതോടെ ഈ പദ്ധതി കൂടുതൽ സുശക്തമാകും. എണ്ണ സംഭരണം, റിഫൈനറി വിതരണം, ഇതെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ഇന്ത്യയും ലങ്കയും കൈകോർക്കുന്നു. ഇത് വെറും ഒരു വ്യാപാര കരാർ മാത്രമല്ല, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ സ്വാധീനത്തിന് നൽകുന്ന വലിയൊരു മറുപടി കൂടെയാണ്. എണ്ണ പൈപ്പ് ലൈൻ വരുന്നതോടെ കപ്പലുകൾ വഴി ഇന്ധനം എത്തിക്കുന്നതിലെ റിസ്ക് ഒഴിവാകും. കടലിലെ അനിശ്ചിതത്വങ്ങൾ ഏതു നിമിഷവും ഇന്ധനക്ഷാമം ഉണ്ടാക്കാം. പൈപ്പ് ലൈൻ വഴി ഇന്ധനം നേരിട്ട് എത്തിച്ചാൽ അത് ലങ്കയുടെ ഊർജ്ജ സുരക്ഷ ഇന്ത്യയുടെ കൈകളിൽ ഭദ്രമാകും. ഇത് ശ്രീലങ്കയെ ഇന്ത്യയുമായി എന്നേക്കുമായി അടുപ്പിക്കും. ശ്രീലങ്ക ഇപ്പോൾ ചൈനയുടെയും ഇന്ത്യയുടെയും ഇടയിൽ ഒരു ബാലൻസിംഗ് കളിയാണ് കളിക്കുന്നത്. എന്നാൽ ഊർജം പോലുള്ള മേഖലയിൽ ആരുടെ കൂടെ നിൽക്കുന്നു എന്നത് വരും വർഷങ്ങളിൽ ഏഷ്യൻ രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കും. ഇന്ത്യയുടെ ഈ നീക്കം വിജയകരമാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? താഴെ കമന്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള ഗൗരവമുള്ള ജിയോ പൊളിറ്റിക്കൽ വിശകലനങ്ങൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.